കൂടെ താമസിച്ചിരുന്ന ഗർഭിണിയെ ചവിട്ടിയതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. തിരുവല്ല പൊടിയാടി കാരാത്ര കോളനിയിൽ വിഷ്ണു ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ചയാണ് യുവതിക്ക് മർദ്ദനമേറ്റത്. ചികിത്സയിലിരിക്കെ ഇന്നലെ ഗർഭസ്ഥ ശിശു മരിച്ചിരുന്നു. നിതിൻ തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഈ യുവതി ഇയാളുടെ ഭാര്യയാണോ? എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്? നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഇയാൾ ഈ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നത്. യുവതി ചെങ്ങന്നൂർ കല്ലിശ്ശേരി സ്വദേശിയാണ്. ഒരു വർഷമായിട്ട് ഒപ്പം താമസിച്ചിരുന്ന വ്യക്തി എന്ന് മാത്രമാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഈ പെൺകുട്ടിയുടെ വയറ്റത്ത് തൊഴിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ തൊഴിച്ച് ഇതിനെ തുടർന്നുണ്ടായ വയറുവേദനയിൽ ചെക്ക് ചെയ്ത് ചെങ്ങന്നൂർ തന്നെയുള്ള ഒരു സ്വകാര്യ ലാബിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് പുളിക്കീട് പോലീസ്, പത്തനംതിട്ട തിരുവല്ല പുളിക്കീട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ പ്രതി കാരാത്ര കോളനിയിൽ, തിരുവല്ല പൊടിയാടി കാരാത്ര കോളനി സ്വദേശി വിഷ്ണു ബിജു ഒളിവിൽ പോയിരുന്നു. ഇത്തരത്തിൽ ഒളിവിൽ പോയിരുന്ന പ്രതിനെ ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് പിടികൂടുന്നത് പോലീസ്. നിതിൻ, ഇവർ തമ്മിൽ മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് നാട്ടുകാരുടെയോ മറ്റോ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ അറസ്റ്റിലായി ഇയാളെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്? ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് നിലവിൽ അറസ്റ്റിലായി എന്ന് മാത്രമേ നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഇവര് തമ്മിൽ മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വേണം നമുക്ക് അറിയാനായിട്ട്. ഇപ്പോഴും ഈ യുവതിയുടെ ബന്ധുക്കൾ വന്ന് കുട്ടീനെ വിളിച്ചോണ്ട് പോയതിനു ശേഷമാണ്, അതായത് ഒരു വർഷം മുമ്പ് ഈ പ്രതിയുടെ കൂടെ വന്ന് താമസിക്കുന്നു, ഇത്തരത്തിൽ പ്രശ്നമുണ്ടായതായിട്ട് യുവതിയുടെ വീട്ടുകാർ അറിയുന്നു. അതിനുശേഷം യുവതിയുടെ വീട്ടുകാർ വന്ന് യുവതിയെ കൊണ്ടുപോയി ഇത്തരത്തിൽ സ്വകാര്യ ലാബിൽ എത്തി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള സംഭവം തിരിച്ചറിയുന്നത്. അതിനുശേഷം നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഈ യുവാവ് ഒളിവിൽ പോവുകയായിരുന്നു. 22 വയസ്സ് പ്രായം മാത്രമാണ് ഈ യുവാവിനുള്ളത്. വിഷ്ണു ബിജു എന്ന് പറയുന്ന യുവാവിനുള്ളത് 22 വയസ്സ് മാത്രം പ്രായമാണ്. അത്തരത്തിൽ ഈ യുവാവ് ഒളിവിൽ പോവുകയും തുടർന്ന് പോലീസിലെ അറിയിക്കുകയും പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.